ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണ്. അപ്പം ഈ ഓണത്തിന് നമുക്ക് ഒരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കി നോക്കാം. നമ്മൾ സാധാരണ ഈ ഓണത്തിന് കറിനാരങ്ങയൊക്കെ വെച്ചിട്ടല്ലേ അച്ചാർ തയ്യാറാക്കുക, അല്ലെങ്കിൽ പിന്നെ മാങ്ങ വെച്ചിട്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ അച്ചാർ തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ ആപ്പിൾ വെച്ചിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു 3 മീഡിയം സൈസ് ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ആപ്പിൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ പീസ് പോലെ കട്ട് ചെയ്ത് വെക്കാം. തീരെ ചെറുതായി കട്ട് ചെയ്യരുത് കേട്ടോ, ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ടത് കായം പൊടിയും ഉലുവപ്പൊടിയാണ്, അത് 1/2 ടീസ്പൂൺ വീതം. നമ്മുടെ കയ്യിൽ ഇപ്പം കായത്തിൻ്റെയും ഉലുവയുടെയും പൊടിയല്ല, അത് മുഴുവനായിട്ടുള്ളതാണ് ഉള്ളതെങ്കിൽ അത് കുറച്ച് എണ്ണയിൽ ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് ചേർത്താൽ മതി ഈ പൊടികൾ കേട്ടോ. പിന്നെ ഇത് സ്വീറ്റ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ വിനാഗിരി 1/4 കപ്പ്. നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. നല്ലെണ്ണയിൽ അച്ചാർ ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയ്ക്ക് പകരം നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ അച്ചാറിൻ്റെ ഒറിജിനൽ ഫ്ലേവർ വരണമെങ്കിൽ നല്ലെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. എള്ളെണ്ണ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഓയിലാണിത്. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടായി വരണം. അതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായി ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടണം നമുക്ക്. ഇത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അച്ചാർ അത്ര എരിവൊന്നുമില്ല, നമ്മളൊരു സ്വീറ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. ഇനി ഈ മുളകും നന്നായി വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു കുറച്ച് ഡാർക്ക് കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉലുവപ്പൊടിയും പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പൊടികളായതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ചേർത്തത്. നമ്മൾ സ്വന്തമായിട്ട് വറുത്ത് പൊടിച്ചതാണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി, അച്ചാറെല്ലാം തയ്യാറായതിന് ശേഷം. ഇതിപ്പോൾ എൻ്റെ പച്ച പൊടികളായതുകൊണ്ട് ഞാനതൊന്ന് ഫ്രൈ ആയി വരാനാണ് ഈ എണ്ണയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇതെല്ലാം നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വിനാഗിരിയാണ് ഞാൻ ചേർത്തത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ആപ്പിൾ സൈഡർ വിനാഗിരി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിതിപ്പോൾ വൈറ്റ് വിനാഗറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സായി നമ്മുടെ വിനാഗിരിയൊക്കെ നന്നായി തിളച്ച് വരണം. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ആപ്പിൾ കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഈ ആപ്പിളിൻ്റെ അച്ചാർ പെട്ടെന്ന് നാശാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിക്കുന്നത്. ഇപ്പം ഏകദേശം 2-3 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു ഗ്ലാസ് ബോട്ടിലിലേക്ക് സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ അച്ചാർ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുന്നെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി വെക്കുക നല്ലത് കേട്ടോ. എന്നാലാണ് ആപ്പിളിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഇതിൻ്റെ എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുക. പിന്നെ നമുക്കിത് കൂടുതൽ ദിവസം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് ഇങ്ങനൊരു അച്ചാറൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതിനു മുന്നേ ഞാൻ പാവയ്ക്കയുടെ ഒരു അച്ചാർ ചെയ്തിരുന്നു. അത് പാവയ്ക്കാന്ന് പറയേയില്ല, അത്രയും ടേസ്റ്റുള്ള നല്ല സൂപ്പർ അച്ചാറായിരുന്നു. ആ അച്ചാറിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ ചേർക്കാം. അപ്പം ആപ്പിൾ വാങ്ങി അച്ചാറിടാൻ പറ്റാത്തവർക്ക് പാവയ്ക്കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ട് നല്ല ഉഗ്രൻ സർപ്രൈസ് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്